ആലപ്പുഴ ജില്ല കേരളത്തിൽ LDF ഗവൺമെൻറ് ഫോം ചെയ്യാൻ വളരെ വ്യക്തമായ സംഭാവന നൽകും നിശ്ചയമായിട്ടും. ഇപ്പോൾ ഹരിപ്പാട് സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഹരിപ്പാട് സീറ്റ് നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല ആയതുകൊണ്ട് എന്ന് അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. അവിടെ BJP വോട്ട് UDF വിലയ്ക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ സാധാരണ സംഭവിക്കുന്നൊരു കാര്യമാണ് ഹരിപ്പാട് മണ്ഡലത്തിൽ. ഇപ്പോൾ അവിടെ നിൽക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി വന്നയാൾ അദ്ദേഹം RSS ആണ്. ചെറിയ ഡിഫറൻസ് RSS BJP എന്ന ഒരു സംവിധാനത്തിലുണ്ട്. അപ്പോൾ അവിടെ ഇദ്ദേഹം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായ ആളായതുകൊണ്ട് മറ്റൊരു BJP മാത്രമായി നിൽക്കുന്നൊരു സെറ്റുണ്ട്. അപ്പോൾ അവരെ പർച്ചേസ് ചെയ്യുന്ന രീതി പലപ്പോഴും അവിടെ ഉണ്ടാകാറുണ്ട്. വേണമെങ്കിൽ ഉണ്ടല്ലോ. ഇപ്പൊ അമ്പലപ്പുഴയിൽ സുധാകരൻ തന്നെ പരസ്യമായിട്ട് പറഞ്ഞു 5000 BJP എനിക്ക് കിട്ടും. ഞങ്ങൾ അമ്പലപ്പുഴയിലെ ഭൂരിപക്ഷത്തിൻ്റെ കണക്കിലെ വ്യത്യാസം പറയുന്നതിൻ്റെ കാരണം ആ ആ ഡീലാണ്. എത്ര BJP വോട്ട് UDFിലേക്ക് സുധാകരന് പോയി എന്നതിനെ ആശ്രയിച്ചാണ് ഞങ്ങൾ ഭൂരിപക്ഷത്തിൻ്റെ കണക്കിൽ വ്യത്യാസം കാണുന്നത്. ഹരിപ്പാട് BJPക്കുള്ളോട്ട് പൂർണ്ണമായിട്ട് BJP നേടിയാൽ ഹരിപ്പാട് അത്ഭുതം സംഭവിക്കും എന്ന് പറയും. ഈ ജില്ലയിൽ ഇടതുപക്ഷത്തിന് വേണമെങ്കിൽ 9 സീറ്റ് വേണമെങ്കിൽ ജയിക്കാം എന്ന നിലയാണ്. അല്ലാതെ UDF വലിയ നേട്ടമുണ്ടാക്കുന്ന നിലയിലേക്കൊന്നും ഈ ജില്ലയിലെ രാഷ്ട്രീയ അന്തരീക്ഷമൊന്നും മാറിയിട്ടൊന്നുമില്ല. അത് പൊതുവെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കാണാം.